ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ തുടർന്നുണ്ടാക്കിയ വിവാദം പൊളിയുകയാണ്. പി.വി. അൻവർ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന പ്രചരണവും ജനങ്ങൾ കൈവിട്ട് കഴിഞ്ഞു. എന്നിട്ടും പുതിയ വിവാദങ്ങൾ തേടുകയാണ് ഒരുപറ്റം വലതുപക്ഷ മാധ്യമങ്ങളും അത് കൂട്ടുപിടിച്ച് പ്രതിപക്ഷവും. വിവരങ്ങളുമായി വിജിൻ വായന്തോട് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ ദിവസമായി മുഖ്യമന്ത്രിയുടെ ഹിന്ദുവിലെ അഭിമുഖവും മലപ്പുറത്തിൻ്റെതെന്ന പേരിൽ വന്ന പരാമർശവും ഒക്കെയാണല്ലോ ചർച്ചയായിരുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ഇന്നലെ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിച്ചതോടെ വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ വിവാദങ്ങൾ എന്നിട്ടും അവസാനിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. വിജിൻ, ഹിന്ദു പത്രത്തിലെ അഭിമുഖം, അതിൽ അച്ചടിച്ചു വന്ന മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ, അത് തുടർന്ന് വിവാദമാകുന്നു, വലിയ പ്രതികരണങ്ങൾ ചർച്ചകളാവുന്നു. ഒടുവിൽ ഹിന്ദു പത്രം ഖേദം പ്രകടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു വച്ചത് എന്നവർ പറയുന്നു. ആ പത്രം ഖേദം പ്രകടിപ്പിച്ചിട്ടും പക്ഷേ അതിൻ്റെ വിവാദത്തിൻ്റെ അലയൊലികൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ നിൽക്കുന്നു എന്നതാണ് വസ്തുത. സത്യാവസ്ഥ പുറത്തു വന്നിട്ടും വിവാദങ്ങൾ തുടരുകയാണോ? മനു, തീർച്ചയായും ഈ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണവുമായി ബന്ധപ്പെട്ടാണ് സ്വർണ്ണക്കടത്തും അതുമായി അത് പിടിക്കുന്ന പോലീസ് നടപടികളുടെയും ഒക്കെ കണക്കുകൾ ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അതിൽ ആണ് കണക്കുകൾ നിരത്തി തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത്. ആവർത്തിച്ച് പിന്നീട് വിവാദങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കിയത്. നിലവിൽ കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ്. അതുകൊണ്ട് തന്നെ ആ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ ആ വിമാനത്താവളത്തിന് പുറത്തെത്തുന്ന കസ്റ്റംസ് പിടികൂടാതെ പുറത്തെത്തുന്ന സ്വർണ്ണമാണ് ഈ പോലീസ് പിടിച്ചെടുക്കുന്നത്. നമ്മൾ തന്നെ നേരത്തെയൊക്കെ ഒരുപാട് വാർത്ത ചെയ്തതാണ്. കാരണം കസ്റ്റംസ് അത് ആ സുഗമമായി കടത്തിവിടാനുള്ള ഒരു നടപടി, അല്ലെങ്കിൽ അവരറിയാതെ പുറത്തുവരുന്ന നടപടിയൊക്കെ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് പുറത്തുനിന്നുള്ള പോലീസ് സംഘം, ഈ ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് പിടികൂടുന്നത്. അങ്ങനെയാണ് ആ കരിപ്പൂരിൽ തന്നെ ഈ കേസ്, എവിടെയാണോ സ്വർണം പിടികൂടുന്നത് ആ സ്റ്റേഷനിലാണ് നിലവിൽ ആ കേസ് രജിസ്റ്റർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ജില്ലയിൽ, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എന്ന കണക്കാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. അതിന് ആധാരമായ കാര്യമെന്ന് പറയുന്നത് ഇത്തരം സ്വർണ്ണക്കടത്ത് സംഘവുമായി ADGPക്കും അതുപോലെ തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ബന്ധമുണ്ട് എന്ന ആരോപണമായിരുന്നു പി.വി. അൻവറിൻ്റെ ഉന്നയിച്ചത്. അതിൻ്റെ വസ്തുത വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടുന്നത് ആ ജില്ലയിൽ തന്നെയാണ് എന്ന് ഉള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് പിന്നീട് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നു. പി.വി. അൻവർ വലിയ തരത്തിലുള്ള പ്രചാരണം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തൻ്റെ ബാപ്പയ്ക്ക് സമാനമായ ആളാണ് മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിക്കെതിരായ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെന്നുള്ള സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു, പൊതുസമ്മേളനം നടത്തുന്നു. അങ്ങനെ ഉള്ള വിവാദങ്ങൾ ഒക്കെ നടക്കുന്നതിനിടയിലാണ് ദേശീയ മാധ്യമമായ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു അഭിമുഖം നൽകുന്നത്. ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ പേരെടുത്ത് ഏകദേശം 123 കോടി രൂപയുടെ സ്വർണം പിടികൂടി, 150 കിലോ സ്വർണം പിടികൂടി എന്ന കാര്യം മലപ്പുറം ജില്ലയിലാണ് എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ആ അഭിമുഖത്തിൽ അച്ചടിച്ച് വന്നത്. അതിനെതിരെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് തന്നെ ഹിന്ദു ദിനപത്രത്തിന് ഇങ്ങനെ ഒരു കത്തെഴുതുകയും അതിൽ മണിക്കൂറുകൾക്ക് അകം തന്നെ, ഏകദേശം മിനിറ്റുകൾക്കകം എന്ന് പറയാം, മിനിറ്റുകൾക്കകം തന്നെ ഹിന്ദു ദിനപത്രം ഖേദം പ്രകടിപ്പിക്കുന്നത് അത്തരത്തിൽ ഒരു കാര്യം ചെയ്തത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒരു സത്യസന്ധമായ ഇടപെടലിന് വിരുദ്ധമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ് വിജിൻ. കാരണം അവർ ഇല്ലാത്ത ഭാഗം പ്രസിദ്ധീകരിക്കുന്നതിൽ അവർ ഖേദം പ്രകടിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാരണം കേരളത്തിലെ മാധ്യമങ്ങളിൽ നമ്മൾ അധികം കാണാത്തൊരു മര്യാദയാണ് ഹിന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. മുഖ്യമന്ത്രി തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. മാധ്യമ ധർമ്മമൊക്കെ സാധാരണഗതിയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പത്രമാണ് ഹിന്ദു. അപ്പോൾ അവർ അതിൽ വിശദീകരണം നൽകി. പിന്നീട് മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് പൊതുയോഗത്തിൽ കൃത്യമായി അതിന് മറുപടി പറയുകയും ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ 6 മണിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ വിശദീകരണം കൊണ്ട് എല്ലാം അവസാനിച്ചോ എന്ന ചോദ്യമാണ് ആ മാധ്യമങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഇതിൽ വേണ്ടത്? തങ്ങൾ പ്രസിദ്ധീകരിച്ചത് മുഖ്യമന്ത്രി പറയാത്ത ഭാഗമാണെന്ന് ഹിന്ദു പത്രം പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കുകയുണ്ടായി. ഇനിയിപ്പോൾ ഇതിൽ ആരാണ് വിശദീകരണം നൽകേണ്ടത്? ഇനി മാധ്യമങ്ങൾക്ക് തൃപ്തിയാകണമെങ്കിൽ എന്തു ചെയ്യണം? ഇവരുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് ഈ നാട്ടിലെ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ ഇവർ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല സത്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ ഏത് വഴിക്കാണ് പോകുന്നതെന്ന്. മനു, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നായിരുന്നു. ഈ അഭിമുഖവുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ, രാജ്യത്ത് തന്നെ വലിയ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നത്. കാരണം ഒരു ന്യൂനപക്ഷമായ മുസ്ലിം ന്യൂനപക്ഷത്തെ അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു, ഒരു ജില്ലയെ അത്തരത്തിൽ അവഹേളിക്കുന്നു എന്നുള്ളതൊക്കെയാണ് രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി ഈ സ്വർണ്ണക്കടത്തും മലപ്പുറം ജില്ലയും മാറുന്നു എന്നുള്ള അത്തരത്തിലുള്ള വലിയ ചർച്ചകളാണ് പ്രതിപക്ഷവും ഒപ്പം തന്നെ മാധ്യമങ്ങളും കേരളത്തിലും രാജ്യത്തും
ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് സംഘപരിവാരമായി CPM-നെ കൂട്ടിക്കെട്ടാനുള്ളൊരു നീക്കമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാളിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ദുർബലമായ ചില ആരോപണങ്ങൾ അതിൻ്റെ ഹെഡ്ലൈനായി വരുന്നത് എന്നുള്ളതാണ്. വളരെ ദുർബലം എന്ന് തന്നെ പറയാൻ കഴിയുന്ന രീതിയിൽ ഒരു പത്രം ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നു, അത് തെറ്റാണെന്ന് അത് അഭിമുഖം നൽകിയയാളുടെ ഓഫീസ് വ്യക്തമാക്കുന്നു, അയാൾ തന്നെ വ്യക്തമാക്കുന്നു. അതിനുശേഷം ഒരു ഖേദപ്രകടനം, ഇത്രയും സത്യസന്ധമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും അതിനെ മറ്റൊരു വിവാദത്തിലേക്ക് നയിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും കുറച്ച് ദിവസങ്ങളായി PV അൻവറാണ് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ഉള്ള ഒരു വിഷയമായി മാധ്യമങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നു. PV അൻവർ മണിക്കൂറുകൾ നീണ്ട വാർത്താ സമ്മേളനം നടത്തുന്നു, അതിനുശേഷം പൊതുസമ്മേളനം നടത്തുന്നു. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഹിന്ദു എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖം ആ ഹിന്ദു പുള്ളി ഇൻവേർട്ടഡ് കോമ ഇട്ട് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആ ഹിന്ദു അല്ല ഈ ഹിന്ദു എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരുന്നു. തീർച്ചയായും ഇതൊരു ഇങ്ങനെയൊരു വിവാദം കിട്ടിയതിന് ശേഷം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞത് PV അൻവർ ആദ്യം തൊട്ട് ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്തെത്തുന്നത് തന്നെ LDF വിട്ടു പോകാനാണ് എന്ന കാര്യത്തിൽ ഒരു നിശ്ചയം CPM-നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്നിട്ടും PV അൻവറിൻ്റെ ആരോപണങ്ങൾ പരിശോധിക്കുകയായിരുന്നു സത്യത്തിൽ സർക്കാരും പാർട്ടിയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു തള്ളിക്കളയാതെ പാർട്ടി വിട്ടു പോകാൻ അല്ലെങ്കിൽ LDF-ൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളുടെ ആരോപണമായി ദുർബലപ്പെടുത്തുകയല്ല അതിനെ ചെയ്തത്, അതിനെ ഗൗരവത്തിൽ തന്നെ കാണുകയാണ് ചെയ്തത്. എന്നിട്ടും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ആദ്യഘട്ടത്തിൽ PV അൻവർ മുന്നോട്ട് വന്നു. പിന്നീടാണ് ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയത്. പെട്ടെന്ന് മലപ്പുറം ജില്ല ആയതുകൊണ്ട് തന്നെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ ആളുകൾ ഉള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള വർഗീയത അവിടെ പ്രചരിപ്പിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ടാണ് CPM-ഉം അതുപോലെ തന്നെ മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്, LDF നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് PV അൻവറിൻ്റെ ഇത്തരം പ്രസ്താവനയ്ക്ക് പിന്നിൽ ചില ഈ മതശക്തികളുണ്ട് എന്നുള്ള കാര്യം, വർഗീയമായി വേർതിരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ നിരന്തരം മാധ്യമങ്ങളിൽ മറ്റു വാർത്തകൾ പോലും കാണാൻ കഴിയാത്ത വിധം PV അൻവറിൻ്റെ മുഖം മാത്രം പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ എന്താണ് എന്നുള്ളത് കേരള സമൂഹം തന്നെ നിലവിൽ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ആരോപണം പൂർണ്ണമായും ഉന്നയിക്കുക, അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കുക, അതൊന്നുമല്ല ഓരോ ദിവസവും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് PV അൻവറിന് പിന്നിലുള്ള ലക്ഷ്യം. അത് സർക്കാരിനെയും CPM-നെയും ഇടതുപക്ഷത്തിനെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിൽ ഏറ്റവും നന്നായി വികസനം നടക്കുന്നു, താൻ MLA ആയതിനു ശേഷം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നു, മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഏറ്റവും മികച്ച മന്ത്രിമാരാണ് എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് PV അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള മലക്കം മറിച്ചിൽ എന്നുള്ളതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ പ്രസ്താവനകൾ ഇത്തരത്തിൽ വില കുറഞ്ഞ ഒരു ആയുധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് നിലവിൽ ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഏറ്റെടുക്കാൻ മടിക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ PV അൻവറിൻ്റെ പിന്നിൽ മറ്റേതോ താല്പര്യങ്ങളുണ്ട് എന്നുള്ള ഭയം അവരിൽ കൂടി ഉള്ളതുകൊണ്ടാണ്. എന്തായാലും ആ നിലപാടാണ് PV അൻവർ തുടർച്ചയായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പമാണ് അതിനെ കൂട്ടുപിടിച്ചുള്ള ഇത്തരം വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഓരോന്ന് പൊളിയുമ്പോൾ ദുർബലമായ മറ്റൊരു വിവാദത്തിലേക്ക് എടുത്ത് പുതിയ ഒരു ചർച്ചയ്ക്ക് കേരളത്തെ മുന്നിലേക്ക് വയ്ക്കുക, അത് നിരന്തരമായി ചർച്ച ചെയ്യുക, നാട്ടിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങൾ ഒന്നും അറിയിക്കാതെ അത് മാത്രം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലവിലെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ ഇനിയും തുറന്നുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇത് അരോചകമായി മാറുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കേരള സമൂഹത്തിന് മുന്നിൽ കാണുന്നത്. മനു.